ഭാഗ്യത്തോടാണ് ഗൈസ് വരുന്നത്. വഴി വളരെ നീലശൈലങ്ങൾ നീത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ. നമ്മൾ തിരിച്ച് പോവാണ് നമ്മുടെ വയനാട്ടിലേക്ക്. എല്ലാവർക്കും D4 ഡയാന വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മുടെ വ്ളോഗിൻ്റെ 5ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ നമ്മുടെ കലോത്സവം തുടങ്ങിയിട്ടിന്ന് 4ാമത്തെ ദിവസം. അപ്പോൾ നമ്മുടെ കലോത്സവത്തിൻ്റെ ടെക്നിക്കൽ സ്കൂളിൻ്റെ 45ാമത്തെ ആർട്ട് കലോത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, 18ാം തീയതിയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് യാത്രയാക്കും കൂടി ചെയ്യണം. അപ്പോൾ നമ്മുടെ കുറച്ച് കുട്ടികളുടെ കുറച്ചുകൂടി പ്രോഗ്രാംസ് ഇന്നുണ്ട്. പിന്നെ നമ്മുടെ പൈങ്കിളിൻ്റെ പ്രോഗ്രാംസ് ഇന്നലത്തോടെ ഓവറായിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഇന്നലെ എൻ്റെ ഫോണ് ഗായ്സ് അൺഫോർച്ചുനേറ്റ്ലി ഓഫായിപ്പോയി. ഇപ്പോൾ പൈങ്കിളിൻ്റെ ഗാനമേള കഴിയുമ്പോൾ ഗാനമേള എടുത്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിലാകെ 6% ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിലെ ചാർജ് മുഴുവനും തീർന്ന് ഫോൺ ഓഫായി ചത്തു. അത് കഴിഞ്ഞ പാടെ നമ്മൾ നമ്മുടെ വിമല ഹൃദയ സ്കൂളിലേക്ക് വന്നു. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഫോണ് ചാർജ് ചെയ്തിടുകയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഫോൺ ഏകദേശം ഒരു 1 മണി 2 മണി ആ ഒരു ടൈമിലാണ് ചാർജ് ചെയ്തിട്ടത്. അപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഫുൾ % ചാർജ് ഉണ്ട്. അതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്തൊക്കെ വൈബ്സാണ് കാണാൻ പോകുന്നത് നമുക്ക് എന്തായാലും ഓൺ ദ വേ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിന്ന് പാക്കിങ് കൂടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് വീട്ടിലേക്കും കൂടി പോകാനുള്ളൊരു പരിപാടി ഉണ്ട്. കാരണം ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഇനിയിപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീട്ടിലേക്ക് കിടക്കാം ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ സ്കൂളിനോടും നമ്മൾ ഈ എന്താ പറയുക, എത്ര ദിവസം നമ്മളിവിടെ ഉറങ്ങിയിടാ? 3 ദിവസം. 3 ദിവസം. അപ്പോൾ 3 ദിവസം ഉറങ്ങിയ നമ്മുടെ ഈ സ്കൂളിനോട് വിട പറയാണ്. വിട പറഞ്ഞ് ഇനി സ്കൂളിലേക്കൊന്നും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. എനിക്ക് ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ നമുക്ക് അറിയില്ല ഗൈസ്. നോക്കണോ, നമ്മുടെ GTHS സുൽത്താൻ ബത്തേരി, പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്കൂളിൻ്റെ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലഗേജൊക്കെ എടുത്തിട്ട് പോവാൻ വേണ്ടി പോവാണ്. വരൂ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഈ സ്കൂളിനോട് നമ്മൾ വിട പറയുവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ പൈങ്കിളി പറയണേ, പൈങ്കിളിക്ക് വേണ്ടി 1 വർഷം കലോത്സവം നീട്ടിക്കൊടുക്കാനാണ് പൈങ്കിളിക്കിൻ്റെ ആഗ്രഹം. അതെ, എന്നും ചെയ്യാൻ പോകാൻ തോന്നുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യമായിട്ടും ഇവിടെ ഓരോ സാധനങ്ങൾ പെർഫോം ചെയ്തോണ്ട് അല്ലേടാ. സത്യമായിട്ടും നമുക്കിത് നോക്കി പിടിച്ച് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബസ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അമ്മ ഇതിവിടെ ചാക്ക് നമ്മൾ ഉറങ്ങി പാല് പിടിച്ചു കൊടുക്കോ ഗായ്സ്. അപ്പോൾ ഒരു ബസ് നമ്മുടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളിലുള്ള വേറെ കുട്ടികളും അവരുടെ ലഗേജും കൂടി ആകുമ്പോൾ ബസ് ഫുള്ളാവും. അപ്പോൾ നമ്മൾ മിക്കവാറും ശശിയാവുമെന്നൊരു സംശയം നമുക്കില്ലാതില്ല. അത് തന്നെ ഗൈസ്, കണ്ടോ നമ്മുടെ വലിയ പുളിമരമാണേ, വലിയ പുളിമരം. അപ്പോൾ ഇനി നമ്മൾ ഈ ബസ്സിന് പോവില്ലയോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ലഗേജിനിരിക്കാൻ വേണം ഒരാളുടെ സ്ഥലം. നമ്മളെക്കാളും സ്ഥലം വേണം ലഗേജ്, നമ്മളെക്കാളും സ്ഥലം വേണം നമ്മുടെ ലഗേജിന്. അപ്പോൾ നമ്മൾ അവസ്ഥ എന്താകും ഏതാവും ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തവസ്ഥയായാലും ഏതവസ്ഥയായാലും നമ്മളിവിടുന്ന് പോയേ പറ്റുള്ളൂ. എന്താ പറയുക, എന്തായാലും സ്കൂൾ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം നമ്മൾ 3 ദിവസം ഉറങ്ങിയ സ്കൂളാണ്, നമുക്ക് പ്രതീക്ഷിക്കാതെ. നമ്മുടെ നെക്സ്റ്റ് ബസ് വന്നു. യെസ് ഗൈസ്, ഓൺ ദ വേ. അപ്പോൾ നമുക്ക് അതിൽ കയറാം. അപ്പോൾ നമുക്ക് അടുത്ത ബസ്സിന് കയറാവേ. വാ. എടാ, നമ്മുടെ ടീച്ചർ ഇവിടെ പോയി? നമ്മുടെ ടീച്ചറെ കാണുന്നില്ലല്ലോ. നമ്മുടെ ടീച്ചറിനെ കാണുന്നില്ല. ടീച്ചർ കയറാട്ടോ. ഗോവ അല്ലേ? ഗോവ. 2 കപ്പ് ഉണ്ടായില്ലേ? ഭയങ്കര തിരക്കാണ് ഗായ്സ്. അങ്ങനെ നമ്മളിത് 8:30യോട് കൂടി നമ്മുടെ കുളത്തൂർ സ്കൂൾ ബസ്സിൽ ഇതാ ഇപ്പോൾ കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു സീറ്റിൽ പോയിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗ് വെക്കാനും സ്ഥലം വേണം. എല്ലാം എടുത്തില്ലേ? എല്ലാം എടുത്തു. ഫുൾ മറിയാണ്. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി. നമ്മളാകെ 11 പേരേ ഉള്ളൂ.
അപ്പം എല്ലാവരും ബസ്സിൽ കയറി ലഗേജിന് തന്നെ വേണം ഒരാളുടെ സ്പേസ്. അപ്പം നമ്മൾ ബസ്സിൽ കയറി ഇരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഡ്രൈവറിന് ആകെ വിഷമമാണ്, ബസ്സിൽ തീരെ ആൾക്കാരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം മുമ്പത്തെ ബസ്സിന് പോകാൻ പറയുന്നത് കാരണം ഞാൻ ഓർക്കുമ്പോൾ നമ്മുടെ ബേഗിന് തന്നെ വേണം ഒരാളുടെ സ്ഥലം അല്ലേ വേണം. അപ്പം അതൊരു വലിയ പണിയാണ്. അപ്പം എല്ലാവരും സെറ്റായിരിക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഭയങ്കര വിഷമമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വിമല സ്കൂളിനോട് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ് ഗൈസ്. എങ്ങോട്ട്? കുളത്തൂർ സ്കൂളിലേക്ക്. അപ്പം ഇന്നും കൂടിയാണ് നമ്മുടെ കലോത്സവം ഉള്ളൂ അല്ലേ? ഉള്ളൂ. അതൊരു സാഡ് തന്നെയാണ്. കാരണം ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരു എന്തോ ഒരു വിഷമം. അതെ അതെ അതെ. അപ്പം നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? സ്കൂളിലേക്ക് പോവാം. അപ്പം നമ്മളിവിടെ ഉച്ചക്കട എന്നുള്ള സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നമ്മളെ ബോട്ടിൽസ് എടുക്കുകയാണ്, നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ. അപ്പോൾ അവരെടുക്കുകയാണ്. അതാ ചാടിപ്പോയി എല്ലാവരും ബോട്ടിൽസ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ബോർഡ് ഇതാണ് ഗൈസ് കാണുന്നത്. നമ്മുടെ ബോയ്സ് എല്ലാവരും ഇവിടെയാണുള്ളത്. നമ്മുടെ ഇപ്പോൾ ഗേൾസ് മാത്രമാണ് നമ്മുടെ വിമല ഹൃദയ സ്കൂളിലുള്ളത് കേട്ടോ ഗായ്സ്. അറ്റ് ലാസ്റ്റ് നമ്മളെത്തി നമ്മുടെ കുളത്തൂർ സ്കൂളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇറങ്ങാം അല്ലേടാ? അതേടാ, ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നിൽക്കുന്ന സീനാണ്. അപ്പോൾ നമ്മുടെ ലഗേജ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിനി ബാഗ് സേഫ് ആക്കി എവിടെയെങ്കിലും വെക്കണം. വാ പോവാം. ഫസ്റ്റ് അയ്യപ്പൻ്റെ അടുത്തേക്ക് വാ. മനുഷ്യനെ ഞെട്ടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയുണ്ട്. നമ്മുടെ അയ്യപ്പ സ്വാമിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പങ്കെടുത്ത ഗാനമേളേൻ്റെ നമ്മൾ പ്രാക്ടീസിന് പോയ ക്ലാസ്സിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ അവിടെ തന്നെ അവിടെ നമ്മൾ ലഗേജ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ലഗേജ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലഗേജ് എവിടെ വയ്ക്കാം? അവിടെ വയ്ക്കണം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളെക്കാളും വലിയ ലഗേജ് കൊണ്ട് നമ്മൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ BHSCയിലേക്കാണ് പോകാൻ പോകുന്നത്. ഓ ഗായ്സ്, അപ്പോൾ നമ്മൾ പൈങ്കിന്റെ ഗാനമേള സ്റ്റേജ് പങ്കന്റെ എന്താ പറയുക ഗാനമേള സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ മാറി എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓട്ടാണ്. കാണുന്ന ഓട്ടാണ്. ഓട്ടം നിർത്തിയേയില്ല. അതെ. ഗായ്സ്, അപ്പം നമ്മുടെ സ്റ്റേജ് ടു ആണോടാ? നമ്മുടെ നിർമ്മാണം സ്റ്റേജ് 2 അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഥാപ്രസംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ വഴി വളരെ അപ്പൊ നമുക്ക് വളരെ വളരെ കഥാപ്രസംഗം. അപ്പൊ കഥാപ്രസംഗം അടിപൊളിയല്ലേ ഗായ്സ്? നമ്മുടെ വാവാറ്റൊക്കെ കഥാപ്രസംഗം പറഞ്ഞു മോനെ അതന്നെ നമ്മുടെ കോളേജ് ഉത്സവത്തിനാണ് പറഞ്ഞത് കഥാപ്രസംഗം. അടിപൊളിയായിരുന്നു. അന്ന് നമ്മുടെ അടുത്ത് ഫോണുമില്ല, ഒരു ആരുമില്ല. അപ്പൊ ഫോണിൽ നമ്മൾ ബ്ലോഗ് അവര് 7th പഠിക്കുമ്പോഴായിരുന്നു പറഞ്ഞത് ഗൈസ്. അത് തന്നെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടേക്ക് നടക്കാം. അപ്പൊ നമ്മൾ ഷോർട്ട് കട്ട് ചാടി എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ലഗേജ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് പോകുന്നത്. നമ്മൾ ഇന്നലെ വന്ന അതേ സ്ഥലത്ത് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ ഗായ്സ്. ഇപ്പോൾ മോർണിംഗ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ദോശയും ചമ്മന്തി, അതുപോലെ തന്നെ നമുക്കൊരു പഴവും കിട്ടിയിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇത് ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ? നല്ല വിശപ്പുണ്ടോ? നല്ല വിശപ്പുണ്ട്. നമുക്ക് ദോശയും ചമ്മന്തിയും കഴിച്ച് നോക്കാം. ആ ടേസ്റ്റ് അല്ലേ? സൂപ്പർ. ഞാൻ
വേഗം ഫുഡ് കഴിച്ചിട്ട് ഓടി കേട്ടോ ഗായ്സ്. അപ്പം എന്നാലും നമ്മുടെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 9:30 ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പം നമ്മൾ ആഫ്റ്റർ ഫുഡിന് ശേഷം നമ്മൾ ദേശഭക്തി ഗാനം നടക്കുന്ന സ്റ്റേജ് ഇവിടെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ സ്കൂളിലെ കുട്ടികളും ഉണ്ട്. അപ്പം ഇവിടെ ആണോ നമുക്ക് ഡൗട്ട് ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം. അപ്പോൾ വാ ഗായ്സ്. സ്റ്റേജ് 1 കേട്ടോ ഇത്. നമ്മുടെ പൈങ്കിളി ശാസ്ത്രീയ സംഗീതം പാടിയ സ്റ്റേജ് അറിയാലോ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇവിടെ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നിരിപ്പുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. വാവ് ഗായ്സ്, ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ദേശഭക്തി ഗാനം തുടങ്ങി കഴിഞ്ഞു. ഗായ്സ്, ഇപ്പം നമ്മുടെ ഡൗട്ടല്ല, നമ്മുടെ ദേശഭക്തി ഗാനം നടക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ കുട്ടികളുടെ ടീമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കണം. അപ്പോൾ ഒത്തിരി ടീമിൻ്റെ ദേശഭക്തി ഗാന മത്സരം ഇവിടെ ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പം ഒന്നും കൂടി നമ്മളിത് ബാഗ് എടുക്കാൻ വേണ്ടി അവിടെ ഈ സ്കൂൾ ഫുള്ള് എനിക്കറിയാം. അപ്പോൾ ഇത് സത്യം സ്കൂൾ ഫുള്ള് നമ്മൾ ഈ 3-4 ദിവസം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ നടുവ് ഒടിയുവാണ് ഗായ്സ്. ബാഗിന് ഭയങ്കര റേറ്റ് ആണ്. ബാഗിന് തന്നെ ഉണ്ട് 1 കിലോ. ഇനി അവിടെ മുകളിലേക്ക് ഇനി കുറേ നടക്കാനുണ്ട്. അങ്ങനെ ബാഗൊക്കെ നമ്മൾ അവിടെ സ്ഥലത്തോണ്ട് സേഫ് ആക്കി വെച്ച് വെള്ളം കൊടുത്ത് നമ്മളെ വീണ്ടും നമ്മുടെ ദേശഭക്തി ഗാനം നടക്കുന്ന സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ട് നമുക്കൊന്ന് ഇരിക്കാൻ കഴിച്ച് ഈ വെയിലത്ത് നമുക്കിങ്ങനെ നടക്കാൻ പറ്റുന്ന കാര്യമല്ല. എനിക്കായിട്ട് ഭയങ്കര വെയിലാണ്. ഇതേ ഗായ്സ്, അപ്പോൾ എല്ലാവരും പോവുകയാണ്. അപ്പോൾ ഈ ഗ്രീൻ ഡ്രസ്സ് ഇട്ടതൊക്കെ നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ ഇവരൊക്കെ ഇവരുടെ കോസ്റ്റ്യൂമാണ് ഈ കാണുന്നത് ദേശഭക്തി ഗാനത്തിൻ്റെ. നമുക്ക് അവിടെ പോയിരിക്കാവേ ഗായ്സ്. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് കൂടി അടിച്ചിട്ട് വീണ്ടും നമ്മൾ ദേശഭക്തി ഗാനം നടക്കുന്ന സ്റ്റേജിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെയും ദേശഭക്തി ഗാനമുണ്ട്. അപ്പം പല സ്കൂളിൽ നിന്നും പല കുട്ടികളും പലതരത്തിലുള്ള കോസ്റ്റ്യൂം ഇട്ട് പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ಇದು ಭಾರತ ನಾಡಿ ನಾಡಿ ಇದು ಭಾರತ ನಾಡಿ ನಾಡಿ ഗായ്സ്. അപ്പോൾ ഒരു 11:45 ആയപ്പോൾ നമുക്ക് വീണ്ടും ഇതേ ചായയും അതുപോലെ തന്നെ നമുക്ക് ഉഴുന്നുവടയും കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സമാപന ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് 2 പ്രാവശ്യമൊക്കെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ചായയും അതുപോലെ തന്നെ ഉഴുന്നുവടയും കഴിക്കാം. ആക്ച്വലി എനിക്ക് ഉഴുന്നുവടയൊന്നും ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ വിശപ്പുകൊണ്ട് കഴിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മളെല്ലാവരും ഇതേ ചായ ഉഴുന്നുവടയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്നും കൂടി ഉള്ളൂ ഗായ്സ് നമ്മളിവിടെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മളിതേ കൈ കഴുകാൻ വന്നപ്പോഴാണ് നമ്മുടെ തെങ്ങിൻ്റെ ചവിട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തെങ്ങിൻ ചവിട്ടിലെ സ്വിമ്മിംഗ് പൂൾ, സത്യം പറഞ്ഞാൽ തെങ്ങൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം എന്തായാലും തെങ്ങുകൾക്ക് നല്ല വളമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ എൻട്രൻസിലേക്ക് വന്ന ടൈമിലാണ് അവിടെ പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആർപ്പവിളിയൊക്കെയാണ് ഗായ്സ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടികളെല്ലാവരും ചില്ലിങ് വൈബാക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിത് ഇവിടെ സൈഡ് വന്നിട്ട് അത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പൈങ്കിളിൻ്റെ ലളിതഗാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇന്നലെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്നാണ് അവിടെ അത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗാനമേളയ്ക്കും പൈങ്കിളിക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൈങ്കിളി പങ്കെടുത്ത 4 ഐറ്റംസിന് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഗാനമേളേൻ്റെ അതുപോലെ തന്നെ ഇപ്പം അങ്ങനെ ലളിതഗാനത്തിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഇന്നാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കാൻ പോയ ടൈമിൽ ടീച്ചേഴ്സാണ് വാങ്ങേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തായാലും അത് വാങ്ങിക്കോളും. അപ്പോൾ നമ്മൾ വീണ്ടും ഗാനമേള, അയ്യോ സോറി ഗായ്സ്, നമ്മൾ ദേശഭക്തിയാണ് എപ്പോഴും ഗാനമേള എന്ന് പറയാം. നമ്മൾ ദേശഭക്തി ഗാനം നടക്കുന്ന സ്റ്റേജിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ വന്ന് കുട്ടികളുടെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ദേശഭക്തി ഗാനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെസ്റ്റ് നമ്പറൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കർട്ടൻ പൊക്കി അവർ ദാ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ പാട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ കുട്ടികൾ ദേശഭക്തി ഗാനം പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളുടെ പാട്ട് ഇച്ചിരി നേരത്തെ ആയിരുന്നു. അത് തന്നെ നല്ല കാര്യമായി. കാരണം നമ്മുടെ നാടൻ പാട്ടൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നടന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഭാഗ്യത്തിന് ഇവരുടെ ദേശഭക്തി ഗാനം വേഗം തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുടെ ടീംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരിത് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദേശഭക്തി ഗാനത്തോടു കൂടി നമ്മുടെ ടെക്നിക്കൽ സ്കൂൾ കലോത്സവം ഇവിടെ സമാപിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇതാണ് ലാസ്റ്റ് കോമ്പറ്റീഷൻ. ഗായ്സ്, അങ്ങനെ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നല്ല വിശക്കുന്നുണ്ട്. കാര്യം നമ്മളിപ്പോൾ ഒരു ചായയൊക്കെ കുറച്ച് മുമ്പ് കുടിച്ചെങ്കിലും
ഇപ്പം നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ചോറും സാമ്പാറും മോരുകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് നമുക്കൊരു പഴവും കൂടി കിട്ടിയിട്ടോ. പക്ഷെ നമ്മുടെ അടുത്ത് മമ്മ ഇല്ല ഗായ്സ്. കാരണം മമ്മ കണ്ടില്ലേ വേറെ സ്ഥലത്തായി പോയിട്ടോ. അപ്പോൾ നമ്മൾ വന്നിരുന്നപ്പോൾ മൊത്തത്തിൽ ഇന്നോർഡറായി പോയി. അങ്ങനെ നമുക്ക് വേഗം എന്തെങ്കിലും ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങാൻ വയറ്റിലുള്ള വിശപ്പുണ്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും വാട്ടർ ബോട്ടിൽ ഉണ്ടാകും. അപ്പം സമാപന ദിവസമായിട്ട് കൂടി ഒരുപാട് തിക്കും തിരക്കൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു കുൽഫി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് കുൽഫി കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നുവാണ്. മാത്രമല്ല ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, നമ്മളൊരു ഐസ്ക്രീം പോലും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു കുൽഫി കഴിച്ചിട്ട് എന്നെ കാര്യം നടക്കുവാണേ. പക്ഷേ ഗായ്സ് നമ്മുടെ കുൽഫി കടയിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം മൊത്തത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും നമുക്ക് നമ്മുടെ കാര്യം ചെയ്യണ്ടേ. അങ്ങനെ നമ്മൾ എന്തായി 3 കുൽഫി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുൽഫിക്ക് 5 റുപ്പീസാണ് ഗായ്സ്. അപ്പം എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മൾ കുൽഫി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളൊരു കുൽഫി ഇത് അവിടെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുൽഫി കിട്ടിയ ഒരു ഇതിൽ പൈങ്കിളിയാണ് ഈ ക്യാമറമാൻ. അപ്പം അങ്ങനത്തെ ക്യാമറയൊക്കെ ഏതൊക്കെയോ വഴിക്കേക്കാണ് പോകുന്നത്. അപ്പോൾ കൊച്ചു സത്യം പറഞ്ഞാൽ കൈ കുൽഫി കിട്ടി അത് പൊട്ടിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെ മമ്മ പങ്ങൻ്റെ കുൽഫി വാങ്ങി പൈങ്കിളിക്ക് പൊട്ടിച്ച് കൊടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുറേ പേരൊക്കെ നമ്മുടെ ക്യാമറയിൽ വന്ന് ഫോക്കസ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് പൈങ്കിളിയുടെ കോമഡിയൊക്കെ കണ്ടിട്ട് ഞാൻ നിന്ന് ഒരേ ചിരിയാണ് കേട്ടോ. അങ്ങനെ ചിരിച്ച് മറിഞ്ഞു കഴിഞ്ഞ് നമ്മളിത് കുൽഫി കഴിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ചുറ്റുപാടത്ത് ഒരുപാട് കോമഡി സീനുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കുൽഫിൻ്റെ കവർ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനി കുൽഫി കഴിച്ചുകൊണ്ടിരിക്കാം ഗായ്സ്. അപ്പം നല്ല ചൂടല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചൂടാണ്. നമ്മുടെ വയനാട് പോലെയല്ല. അപ്പം നമുക്ക് ഐസ് കഴിക്കാം. പാട്ടൊക്കെ ഭയങ്കര ഇപ്പം ആ സോടി പറയാം. ഗായ്സ് അപ്പം നമ്മൾ അവിടെ നിന്ന് 2 ടീച്ചർമാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരും നമ്മുടെ വീഡിയോയ്ക്ക് ഇതേ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ്. വാവ് ഗായ്സ് അങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ച് തളർന്നു. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം കുറേ പേരുതേ വന്നിട്ടുണ്ട് ഡാൻസ് കളിക്കാൻ കേട്ടോ. ഗായ്സ് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കരമൊക്കെ മൊത്തത്തിൽ ടയേർഡായിട്ടുണ്ട്. അമ്മ അതെ നമുക്ക് അടുത്തായിട്ട് എന്താ നമുക്ക് നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഡാൻസ് അടിപൊളിയാന്ന് പറഞ്ഞ് എന്താ നമ്മളെ നോക്കിയിട്ട് നിങ്ങളുടെ ഡാൻസ് കൊള്ളാമെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് കാണാൻ തൊട്ട് ബാക്കിൽ ആൾക്കാരെ കാണാം. ഒരു മഴയില്ല അവര് പറയാണ് അയ്യോ നിങ്ങളുടെ അവരുടെ നമ്മളെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മളെ കണ്ടിട്ട് ഇവിടെ എല്ലാവരും ഇറങ്ങിയത്. അതായത് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. നമ്മളോട് എന്നിട്ട് പറഞ്ഞ് നമ്മളെ കളിയാക്കി ഭയങ്കര എന്തായാലും എല്ലാവരും ചിരിക്കട്ടെ ഗായ്സ്. ആൾക്കാരെയൊന്നുമില്ലല്ലോ.
ഇങ്ങനെയൊക്കെ എല്ലാവരും ചിരിച്ചോണ്ടിരിക്കും ഗായ്സ്. എല്ലാവരും ചിരിക്കും എപ്പോഴും ചിരിക്കണം ഗായ്സ്. അപ്പം നമ്മൾ ഒന്നും കൂടി നമ്മൾ ഐസ് കഴിക്കുകയാണ് അല്ലേ. നമ്മളെന്തായാലും ഡാൻസ് ഒക്കെ കളിച്ച് തളർന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ അവർക്ക് തുടങ്ങി കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അവരൊക്കെ ആക്കുന്നുണ്ട് അവിടെ. എന്തായാലും ഇറങ്ങിത്തിരിക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയും ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ അത്യാവശ്യമാണ്. അപ്പൊ ബാക്കി അവരെല്ലാരും കൂടി സെറ്റ് ആക്കട്ടെ അല്ലേ മമ്മേ? അതന്നെ എല്ലാരും കൂടി അടിപൊളിയാക്കണം അല്ലേ. നമുക്ക് എന്തായാലും ഐസ്ക്രീം കഴിച്ചപ്പോ അടിപൊളിയാക്കാം. ഇപ്പൊ നല്ല പൊരിഞ്ഞ വെയിലാന്ന് എല്ലാവർക്കും അറിയാത്തില്ലേ? അറിയോടാ? അറിയണ്ടേ? സത്യം പറഞ്ഞ ഐസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വായും കൊണ്ട് വർത്താനം പറയാൻ പറ്റില്ല. ഞങ്ങളാണിത് കഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പേര് ചോദിക്കും, അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ അധികം കഴിക്കുമ്പോൾ അലുത്ത് പോകുന്നൊരു സംശയമുണ്ട്. കഴിക്കാൻ ഇല്ലല്ലോ. അപ്പൊ ഞാൻ മണ്ടനല്ലേ. നമ്മളങ്ങനെ ഐസൊക്കെ കഴിച്ചിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ അടുത്തൊരു അമ്മച്ചി വന്നിട്ട് മിണ്ടുന്നത് കേട്ടോ. അപ്പം നമ്മളെ ഭയങ്കര ഇഷ്ടമായി, നിങ്ങളുടെ അടുത്ത് മിണ്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വന്ന് കണ്ട് നമ്മളോട് മിണ്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് നമ്മളോട് പരിചയപ്പെട്ട് കൂട്ടുകൂടുകയാണ്. അപ്പം ഈ അമ്മച്ചീൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുളത്തൂർ സ്കൂളിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ്. അപ്പം നമ്മുടെ ഈ കുളത്തൂർ സ്കൂളിൻ്റെ ടെക്നിക്കൽ സ്കൂൾ കലോത്സവം കാണാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് വന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മളെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. നമ്മളോട് ടോപ്പ് സിംഗറിൽ പങ്കെടുക്കണം, അതുപോലെ തന്നെ നമ്മളെ കാണാൻ കാവ്യമാധവനെ പോലെ ഉണ്ട്, ഭയങ്കര ഫെയർ ആണെന്നൊക്കെ പറയുവാണ്. അതുപോലെ തന്നെ മക്കള് പരിചയപ്പെട്ടണോന്ന് വിചാരിച്ചു, അപ്പഴേ കണ്ടില്ല, അങ്ങ് പോയി. ഇങ്ങോട്ട് വന്നപ്പോ ഇപ്പഴ് കണ്ടു. ഗായ്സ്, അപ്പം നമ്മൾ അമ്മച്ചീനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് പേര് ട്രോഫിയൊക്കെ ചുമന്നുകൊണ്ട് വരുന്ന കാഴ്ച കണ്ടതുണ്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അമ്മച്ചി ടോപ്പ് സിംഗറിൻ്റെ വലിയൊരു ഫാനാണ്. ടോപ്പ് സിംഗറിൽ പാട്ട് പാടുന്ന കുട്ടികളുടെ അതുപോലെ തന്നെ ജഡ്ജസിൻ്റെ ഒക്കെ വലിയ കാര്യമാണ്. അപ്പം നമ്മളോടൊരു പാട്ട് പാടിത്തരാൻ വേണ്ടിയിട്ട് അമ്മച്ചി പറയുവാണേ. നീലശൈലങ്ങൾ നീത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ, രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയൂറുന്നുവോ, പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവ പോൽ നെഞ്ചിലമരുന്നു, മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു, നീ ദേവശില്പമായുണരുന്നു, ഇതൊരമരഗന്ധർവയാമം, ഇതൊരനക സംഗീത സല്ലാപം, അലനുറിയുമാഷാഢതീരം, അതിലഴുതു പെയ്യും ഈ ഏഴാം യാമം, അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ, അലയാൻ വാ ഈ പ്രണയ തൽപ്പത്തിലമരാൻ വാ, ഇതൊരമരഗന്ധർവയാമം, ഇതൊരനക സംഗീത സല്ലാപം, അലനുറിയുമാഷാഢതീരം, അതിലമൃത് പെയ്യും ഈ ഏഴാം യാമം, അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ, അലയാൻ വാ ഈ പ്രണയ കൽപ്പത്തിലമരാൻ വാ. എം ജി ശ്രീകുമാർ സാറ് നമ്മുടെ പാട്ട് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ നമ്മുടെ പാട്ടിനെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യും, നമ്മുടെ കൂടെ പാടുകയും ചെയ്തു നമ്മുടെ അമ്മച്ചി. അങ്ങനെ നമ്മളൊരു കുൽഫിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ സമാപന സമ്മേളനം കാണാൻ വേണ്ടിയിട്ട് വീണ്ടും സ്റ്റേജ് 1ലേക്ക് നടക്കുകയാണ്. അപ്പോൾ ദേശഭക്തി ഗാനത്തോടു കൂടി നമ്മുടെ ടെക്നിക്കൽ സ്കൂൾ കലോത്സവം ഇവിടെ ഓവറായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മച്ചീനെ പരിചയപ്പെട്ടതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ നമ്മൾ സമാപന സമ്മേളനം കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ നമ്മുടെ ടെക്നിക്കൽ സ്കൂളിൻ്റെ നമ്മുടെ കലോത്സവം തീരുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സമാപന സമ്മേളനം ഇത് നമ്മുടെ ഈ സ്റ്റേജ് 1 വെച്ചിട്ട് നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ സമാപന സമ്മേളനം നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ്. നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും.
അപ്പോൾ ഗായ്സ് നമ്മുടെ സമാപന സമ്മേളനം ഇവിടെ ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഓരോരുത്തരെയായിട്ട് നമ്മുടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അവർ സ്റ്റേജിലേക്ക് ഇപ്പം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരോടും നമ്മുടെ സ്റ്റേജിൽ വന്നിരിക്കാനും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കാണാനായിട്ട് അവർ പറയുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാ പാരൻസും എല്ലാ ടീച്ചേഴ്സും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈശ്വര പ്രാർത്ഥനയോട് കൂടി നമ്മുടെ സമാപന സമ്മേളനം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കും ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഗായ്സ്. അപ്പോൾ എന്തായാലും ഇന്നത്തോടു കൂടി നമ്മുടെ കലോത്സവം ഇവിടെ ഓവറായിട്ടുണ്ട്. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥി, സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യം. ഈ കലോത്സവ നാളിലാണ് അവൻ വിടവാങ്ങിയത്. കലാമത്സരാംഗങ്ങൾക്ക് അവൻ യാത്രാമംഗൾ നേർന്നത് ഇങ്ങനെയായിരുന്നു: പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ മടങ്ങി വരുന്നത് 1ാം സ്ഥാനവുമായിട്ടായിരിക്കണം. പ്രിയ ഷഹബാസ്, നീ പറഞ്ഞ വാക്കുകൾ നിന്റെ കൂട്ടുകാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഈ സമാപന ദിവസത്തിൽ ഈ വാവ നമ്മളോട് വിട പറഞ്ഞ് പോയിരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായാണ് ഗായ്സ്. നമ്മൾ ആ വാവയ്ക്ക് വേണ്ടി അല്പം നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇതാ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇതാ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അപ്പം ഇനി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വന്നതിന് ശേഷം നമ്മുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം മുമ്പോട്ട് എന്താണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന്. പക്ഷേ എല്ലാവർക്കും സങ്കടകരമായൊരു വിഷയമാണെന്ന് ഇവിടെ സംഭവിച്ചത്. നമ്മളോട് ഒരു വാവ ഈ സമാപന ദിവസത്തിൽ വിട പറഞ്ഞ് പോയിരിക്കുകയാണ് ഗായ്സ്. ഇപ്പം 3:30 കൂടി നമ്മുടെ സമാപന സമ്മേളനം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം ഇനി എല്ലാവരുടെയും വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകും. എന്തായാലും ഈ ദിവസങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്. ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് നമുക്ക് ഇവിടെ വന്നതിലുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു വലിയൊരു എന്താ പറയുക എവിഡൻസാണ് നമ്മുടെ ഈ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാവുകയാണ് ഇതെല്ലാം വന്ന് നമുക്ക് എടുക്കാൻ പറ്റിയതിലും ഇവിടെ വന്ന് എല്ലാം കാണാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷിക്കുകയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇവിടെ ഇപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകരെ പോലും ഞാൻ ഇവിടെ കണ്ടില്ല എന്നതാണ് കേട്ടോ ഗായ്സ്. ഇവിടെ നമ്മുടെ സമാപന സമ്മേളനം ഇതാ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഉത്സവം കേവലം കലയുടെ മാത്രം ആഘോഷമല്ല, മറിച്ച് നമ്മുടെ സംസ്കാരത്തിൻ്റെയും സമ്പന്നതയ്ക്കും നമ്മുടെ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കഴിവുകൾക്കും ഒരു തെളിവാണ്. സംസ്ഥാനത്തുടനീളമുള്ള 49 അതിനുശേഷം നമ്മുടെ ഓവറോൾ പ്രൈസാണ് ഗായ്സ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഓവറോൾ 2nd പ്രൈസാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഏത് സ്കൂളിനാണ് ഓവറോൾ 2nd പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അവിടെ സമ്മാനദാനം നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നല്ലൊരു ഉഷരം കൈയടി പ്രിയപ്പെട്ട സദസ്സിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഓവറോൾ 2nd കൊടുങ്ങല്ലൂർ THS. നമ്മുടെ കൊടുങ്ങല്ലൂർ THS സ്കൂളിനാണ് 2nd പ്രൈസ് ഓവറോൾ കിട്ടിയിരിക്കുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആർക്കാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ദയവായി കൈയടിക്കരുത്, കാരണം ഒക്കൂരിലെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ് നമ്മളിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായി സ്മൃതിയായി മാഞ്ഞുപോയത്. നിനക്കായി കൊക്കൂരിൻ്റെ പ്രിയ മക്കൾ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഗായ്സ് നമ്മുടെ ഈ വാവ നമ്മളോട് വിട പറഞ്ഞു പോയത്. ഒരു വാഹനാപകടത്തിലാണ് നമ്മുടെ ഈ വാവ ഇന്ന് സ്മൃതിയായത്.
അപ്പോൾ അതെന്തുകൊണ്ടും എല്ലാവർക്കും വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ഉണ്ടാക്കിയത്. പക്ഷേ ആ വാവയുടെ ആഗ്രഹം പോലെ തന്നെ ആ സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. പക്ഷേ അത് കാണാൻ നമ്മുടെ ആ വാവ ഇപ്പം ഇല്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് ഉണ്ടായത്. ഇത് കേട്ടപ്പോഴും കണ്ടപ്പോഴും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആക്ച്വലി മനസ്സിലാവുന്നില്ല. എന്തായാലും എന്ത് പറയാനാ ഗൈസ്, എല്ലാവർക്കും ഒരു സമയമുണ്ട്. എന്താണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ആ വാവയ്ക്ക് വേണ്ടിയിട്ട് അവർ ആ പ്രൈസും വാങ്ങി ഇവിടെ നടന്നു പോകുന്നതാണ് കാണുന്നത്. സമാപന സമ്മേളനം കഴിഞ്ഞിട്ടില്ല ഗായ്സ്. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ബസ് വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മൾ എന്നാണ് ഈ സ്കൂളിലേക്ക് വരുമോ ഒന്നും നമുക്കറിയില്ല. ഫ്യൂച്ചറാണ്. അങ്ങനെ നമ്മളിത് നടന്ന് നമ്മുടെ എൻട്രൻസിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ ലഗേജൊക്കെ നമ്മളവിടെ വെച്ചേക്കുമല്ലേ, അപ്പം നമുക്ക് നടക്കാം ഗായ്സ്. അങ്ങനെ നമ്മൾ പോകാനുള്ള പരിപാടി നോക്കുവാണ് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പാക്കിങ് ലഗേജൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് എല്ലാവരും വീട്ടിലേക്ക് പോകല്ലേ. അപ്പോൾ നമുക്ക് പോകാം വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ ഇത് എവിടെ ഉണ്ട്. അപ്പം സ്കൂള് മൊത്തത്തിൽ കൊളായി കിടക്കുകയാണ്. ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വയ്ക്കി വരുന്ന കാര്യമാണ്. കാരണം കുറേ വെച്ചിട്ടുണ്ട് എങ്കിലും അതൊക്കെ ഫുള്ളായിട്ടുണ്ട് അല്ലേ മമ്മേ. ഓക്കെ റെഡിയാവാം. ബാഗ് എടുത്തത് റെഡിയായി നിൽക്കുവാണ്. നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗായ്സ് ഇപ്പം നമ്മുടെ സ്കൂളിലുള്ള എല്ലാവരും ഒരു സെൽഫിയൊക്കെ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലും കാര്യങ്ങളിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാൽ തോന്നുന്നു എടുക്കുന്നത് കേട്ടോ. അതെ അതെ അത് തന്നെയാണ് കാര്യം. എടാ ചെല്ലടാ. അപ്പം നിങ്ങൾ ചെല്ലുകയാണ് ഫോട്ടോ എടുക്കാൻ. ഗായ്സ് അങ്ങനെ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിയുടെ പാരൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളിത് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ടൈമിലാണ് നമ്മുടെ ടീച്ചർ ഓടി വന്ന് നമ്മളെ വിളിച്ചിട്ട് പറയാം, നിങ്ങളെന്താ നമ്മുടെ കൂടെ വന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത്, എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കാനുള്ളത് നമ്മളെന്താ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മളെ കൂടി കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും ഇതേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ട്രോഫിയൊക്കെ പിടിച്ചത് പൈങ്കിളി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ വട്ടപ്പാട്ടിനും സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലൊരു കുട്ടിക്ക് കവിതാ രചനയ്ക്കും ഓഫ് സ്റ്റേജ് ഐറ്റമാണ്. അപ്പോൾ അതിനും സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വയനാടിൻ്റെ അഭിമാനമായി വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഒരു വിജയം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിലെല്ലാവരും വളരെയധികം സന്തോഷിക്കുകയാണ്. അങ്ങനെ ഇതേ സെൽഫിയും ഫോട്ടോ സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പം എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ഈ 4 days ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ്. കുളത്തൂർ സ്കൂളിനോട് നമ്മൾ ഗുഡ് ബൈ പറയുവാണ്. വളരെ കാര്യം 4 ദിവസം നിന്നെങ്കിലും നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഗൈസ്. ഒത്തിരി മെമ്മറീസ് നമുക്ക് പറയാനുണ്ട്. അപ്പൊ സ്കൂളിൽ നമുക്ക് ഒരു നമ്മൾ തിരിച്ച് പോവാണ് നമ്മുടെ വയനാട്ടിലേക്ക്. അപ്പൊ ലെറ്റ്സ് ഗോ. എല്ലാരും വരുവാണ്. അപ്പൊ അങ്ങനെ ഇനി ഏത് കാലത്താണ് നമ്മൾ ഇനി ഇങ്ങോട്ട് വരും അറിയില്ല. ഇനി വരാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. അതുപോലെ നമ്മുടെ അയ്യപ്പ സ്വാമിനോട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്തായാലും പോവാം. അപ്പൊ ഇനി എന്നാണ് നമുക്ക് വരാൻ ഇവിടെ ഭാഗ്യം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ നമുക്കറിയില്ല. യെസ് ഗായ്സ്. ഓക്കെ അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആണ് അവരൊക്കെ. അപ്പൊ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. നീ കുറെ പേരുണ്ടായിരുന്നു. നമ്മൾ വരുന്ന ക്ലാസ് എടുപ്പ് നമ്മൾ കണ്ടില്ല. തിരിച്ചു പോകാനുള്ള നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. നമുക്ക് ബസ്സിൽ ചാടിക്കാറോ. ബസ് നമ്മളെ കൂട്ടാതെ ഓടുവാ. ഇതെന്താ ബസ്? അയ്യോ തിരിക്കാൻ പോവാ. അയ്യോ ഇപ്പൊ പറഞ്ഞു കയറാൻ പിന്നെ പറഞ്ഞേ മാറാൻ. അമ്മേ എന്റെ ഗായ്സ് തിക്കും തിരക്കുമാണ് ബസ് കയറാൻ. എന്റെ ദൈവമേ അറിയത്തില്ല. അങ്ങനെയാണ് എല്ലാവരും തിക്കി തിരക്കി നമുക്ക് കയറിയേ പറ്റുള്ളൂ. കമോൺ ഗായ്സ്. ഗായ്സ് അങ്ങനെ തിക്കി തിരക്കാൻ എങ്ങനെയൊക്കെ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ബസ്സിൽ മൊത്തത്തിൽ തിരക്കാണ് കേട്ടോ. അമ്മയുണ്ട് ഭയങ്കര നിൽക്കുവാണ് ഭയങ്കര ചൂടാ. എന്ത് അൽഫാമാവും നമ്മള് വയനാട് നമ്മളെല്ലാം അൽഫാമാവും ഗായ്സ്. ഇപ്പൊ ബസ്സിലെല്ലാരും കയറി കഴിഞ്ഞു.
ഗായ്സ്, ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ബസ് നമ്മുടെ ട്രിവാൻഡ്രത്തേക്കുള്ള ബസ്സാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിലിപ്പോൾ കയറിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ 5:45 കേട്ടോ ബസ്സിൽ കയറിയത്. അങ്ങനെ നമ്മുടെ സ്കൂളിനോട് ബായ് പറഞ്ഞ് നമ്മൾ തിരഞ്ഞിരിക്കുകയാണ് ഗായ്സ്. സ്കൂൾ ശരിക്കും കാണത്തില്ല, നമുക്ക് നേരെ പോവാം ഗായ്സ്. അങ്ങനെ ഇതേ നമ്മുടെ പൈങ്കിലേക്ക് ഇരുന്ന് നല്ല ഉറക്കമാണ്. ഇതേ എല്ലാ കുട്ടികളും നല്ല ഉറക്കമാണ്. അപ്പോൾ ബസ്സിലെ തിരക്കൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാവയ്ക്ക് ഇതേ ബസ്സിൽ കിടന്നാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചയൊക്കെ എന്തായാലും രസകരമായിരുന്നു. എങ്കിലും ഈ ബസ്സിലിരിക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് വൊമിറ്റിംഗ് ടെൻഡൻസി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ബസ്സിലുള്ള എല്ലാവർക്കും തന്നെ അത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ബസ്സിൻ്റെ ഗ്ലാസ്സൊക്കെ കാര്യം ഓപ്പൺ ചെയ്തിട്ടായിരുന്നു, പക്ഷേ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം 1 hour വേണം നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് കുളത്തൂരിൽ നിന്ന് പോകാനായിട്ട്. അപ്പോൾ പൈങ്കിലേക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും ഇരുന്ന് ഉറങ്ങുകയാണ്. എനിക്കാണെങ്കിൽ ഈ വൊമിറ്റ് ചെയ്യാൻ വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഉറക്കവും വരുന്നില്ല. സാധാരണ നമുക്കിങ്ങനെയൊന്നും തോന്നാത്തതാണ്, പക്ഷേ ഈ ബസ്സിൽ കയറിയ ടൈമിൽ എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും നമ്മളിനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ട്രിവാൻഡ്രം എത്തും. അറ്റ് ലാസ്റ്റ് നമ്മളിത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക്. അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ബസ്സിനാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? വയനാട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് ഗായ്സ് നമ്മളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ബസ് ഇറങ്ങി നിന്നോളൂ. അപ്പോൾ പങ്ങളുടെ മുഖത്ത് നല്ല ഉറക്കക്ഷീണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്കിനി ഉള്ളിലേക്ക് നടക്കാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മളിത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറി പോകുന്ന സ്ഥലത്ത് ഇച്ചിരി ഡിഫിക്കൾട്ടാണ്. കാരണം നമ്മളൊന്ന് സ്ലിപ്പായി വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷൂനോ അല്ല ചെരുപ്പിനൊക്കെ ഗ്രിപ്പില്ലേ പിന്നെ പറയേ വേണ്ട കേട്ടോ. അപ്പം അവിടെ നിന്ന് ഇച്ചിരി സ്ലിപ്പാവാനുള്ള ചാൻസ് ഇച്ചിരി കൂടുതലാണ്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെയാണ് ഇവരിവിടെ റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. അത് ഇച്ചിരി ഡിഫിക്കൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എസ്കലേറ്ററൊക്കെ നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിപ്പോൾ ഞാൻ ആലോചിച്ചു, പിന്നെ നമുക്ക് മുകളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ്സിലേക്കാണല്ലോ വയനാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ട്രെയിനിനായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബസ് വന്നിട്ട് 8 o'clock കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചായ കുടിക്കണം, അതുപോലെ തന്നെ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ബസ്സിൽ കയറാനുമായിട്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ നമ്മളെല്ലാവരും ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഓർക്കുകയാണ്. അപ്പം നമുക്ക് 3 പേർക്ക് പറ്റിയ 3 സീറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പൈങ്കിളി ഇരിക്കും, അതുപോലെ തന്നെ മമ്മേനെ നമുക്ക് വിളിക്കാം. അപ്പം മമ്മേനെ വിളിച്ച ടൈമിൽ മമ്മ വായും പൊളിച്ചിട്ട് അവിടെ എങ്ങനെ നിൽക്കുകയാണ്, വരുന്നേ ഇല്ല കേട്ടോ. അതാ അപ്പം മമ്മ ഇരിക്കാനുള്ള സ്ഥലത്ത് വേറൊരു ചേച്ചി വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ വളരെ നേരത്തെയാണ് ഗായ്സ് നമ്മളെ മമ്മ വന്നത് കേട്ടോ. ഗായ്സ് ആണ് നമ്മൾ ലൈറ്റ് ചായം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്കും കൂടി കഴിക്കാൻ ഓർത്ത് നമ്മൾ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ കുളത്തൂർ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ചതാണ്. പിന്നെ നമ്മളിതാ ഇപ്പോഴാണ് പിന്നെ ചായയും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്കും അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം കോഫി കുടിക്കാൻ ഓർക്കാം കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും വന്നിരുന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇതേ ഒരുപാട് വിഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ക്രീം ബണ്ണ് എടുക്കാം കേട്ടോ. അപ്പം ക്രീം ബണ്ണാണ് അതിനകത്ത് എനിക്ക് ഒരു ബെറ്ററായിട്ട് തോന്നിയത്. അപ്പോൾ ക്രീം ബണ്ണ് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൊച്ചിയിലെ മീര കൂൾ ബാറിലെ ക്രീം ബണ്ണ് അത്ര ടേസ്റ്റ് ഒന്നിനും വരില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വിശപ്പ് കൊണ്ട് കഴിക്കുക അല്ലേ. അപ്പം നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. ആണ് നമ്മളിതേ ക്രീം ബണ്ണൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ഒരു അടിപൊളി കാഴ്ച കണ്ടത്. നമ്മുടെ KSRTCൻ്റെ വകയായിട്ട് ശരണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പ സ്വാമീൻ്റെ ശരിക്കും ഒരു ടെമ്പിൾ പോലെ നമുക്ക് തോന്നും. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല. ഒരാൾ പോലും നമ്മുടെ ദൈവത്തിനെ മൈൻഡാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇങ്ങനെ ചെയ്തത് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അയ്യപ്പ സ്വാമീനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചത് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇവിടെ വെയിറ്റ് ചെയ്യാം, നമ്മുടെ ബസ്സിന് വരണം. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ കൂടി ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബസ് അവിടെ നിർത്തുമൊന്നുമില്ല. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനും എവിടെ ചാൻസ് ഒന്നും കിട്ടൂല. അപ്പോൾ നമുക്കിനി എന്തായാലും ഫുഡും കൂടി കഴിച്ചിട്ട് വേണം ബസ്സിൽ കയറാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് നമുക്കൊന്ന് ജസ്റ്റ് ചുറ്റി കാണാൻ ഓർക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ മമ്മയും മാവാറ്റയും പൈങ്കിളിയും 2023 ലാസ്റ്റ് ഇയർ ഡിസംബർ ആ ഒരു ടൈമിൽ ഇതാ ഇവിടെ നമ്മൾ ട്രിവാൻഡ്രം തമ്പാനൂർ ബസ് സ്റ്റാൻഡിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഏകദേശം ഇവിടെയൊക്കെ നല്ല പരിചയമാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാനും അമ്മേൻ്റെയൊക്കെ കൂടെ നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്പ്രേ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ചുറ്റിക്കിറങ്ങുന്ന ടൈമിൽ എന്തെങ്കിലും വാങ്ങണമെന്നോലോ ഓർത്ത് പോവുകയാണേ. നമ്മളങ്ങനെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്.
ഗായ്സ് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ്. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ സെൻറ്റ് എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സെൻറ്റ് ഇവിടെ ഉണ്ടോ നമുക്കറിയില്ല, നമുക്ക് നോക്കാം. 20 റുപ്പീസിൻ്റെ സ്പ്രേക്കൊക്കെ 30 റുപ്പീസും അതുപോലെ തന്നെ 40 റുപ്പീസിൻ്റെ ഒക്കെ സ്പ്രേക്ക് 50 റുപ്പീസുമാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മുടെ സ്മെല്ലുകൾ നിങ്ങൾക്കറിയാമല്ലോ, വളരെ റെയറായിട്ടുള്ള സ്മെല്ലാണ്. അതൊന്നും എവിടെ ഒട്ടില്ല താനും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് അറിയാമായിരിക്കുമെങ്കിൽ ഞാൻ പറയാം. മസ്ക്, ജാഗുർ, ബ്ലാക്ക് ഊത്, വൈറ്റ് ഊത്. സാൻഡൽ. ഗായ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സ്പ്രേ ഒന്ന് വാങ്ങുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഭയങ്കര റേറ്റ് ആയിരുന്നു, എല്ലാത്തിനും അധികമായിട്ടുള്ള റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലൊന്നും ഇവിടെ എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച സ്മെല്ലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്പ്രേ ഇപ്പോൾ എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ മമ്മ ഇതേ ഒരു സ്പ്രേ ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗായ്സ് അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഒരു സ്പ്രേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒരു ഗുണമില്ല കേട്ടോ. അമ്മ തേച്ച് എനിക്ക് തേക്കണം. എന്തായാലും ട്രൈ ചെയ്യും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് നല്ല അടിപൊളി ഹൽവാസ് ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതേ സ്പ്രേയും സംഭവങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളിരുന്ന് അതേ സ്ഥലത്തേക്കാണ് നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളിനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാനാണ് ചാൻസ് കൂടുതലും. അതേ ഗായ്സ്, അപ്പം എൻ്റെ ഡൗട്ടല്ലായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ബസ്സിന് ഇവിടെ നിർത്തുമൊന്നുമില്ല, നമുക്കിനി ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇനി മോർണിംഗിലാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മോർണിംഗ് ആവുമ്പോഴേക്കും നമ്മൾ വയനാട്ടിലെത്തിയ കഴിയട്ടാ. അപ്പം നമ്മുടെ ബസ്സിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളിവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് നെയ്റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റാണ് നമ്മുടെ സാമ്പാറും അതുപോലെ വാട്ടറും അതുപോലെ തന്നെ ചട്ടണിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നെയ്റോസ്റ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോഷു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഗായ്സ് ഒരു ഉഴുന്നുവട ഉണ്ട്. അപ്പോൾ ഉഴുന്നുവട അടലാക്കാം. അപ്പോൾ ഉഴുന്നുവട നമുക്കൊന്ന് ബൈറ്റ് ചെയ്ത് കൊടുത്തു നോക്കാം. അപ്പോൾ ഒരു കടിയിൽ തന്നെ എനിക്ക് മതിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ നെയ്റോസ്റ്റ് വന്നിട്ട് അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു, എങ്കിലും സാരമില്ല ഗായ്സ്. അപ്പം നമുക്ക് നെയ്റോസ്റ്റ് എന്ത് ചെയ്യാം, ഫസ്റ്റാണ് നമുക്ക് സാമ്പാറിൽ മുഖേടെ കഴിക്കാമെന്ന് ഓർക്കുവാണ് കേട്ടോ. അപ്പം അമ്മയ്ക്കും പൈകളിക്കും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് വന്നു. അപ്പോൾ അവർക്കും ഇതേ നമ്മുടെ നെയ്റോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന ടൈമിൽ നെയ്റോസ്റ്റ് നല്ല ക്രഞ്ചി മുറിഞ്ചി ആയിട്ടുള്ള നല്ല ഹൊട്ടായിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം നല്ല ചൂട്, അതായത് ഇപ്പം ആയതായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്താക്കി, എൻ്റെ നെയ്റോസ്റ്റ് ഞാൻ നമ്മുടെ സാമ്പാറിലും ചട്ടണിയിലും മുഖേന എല്ലാം വായലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പൈങ്കിളിൻ്റെ ഒരു പീസും കൂടി നമുക്ക് വലിച്ചു പറിച്ചെടുക്കാം. അപ്പോൾ അവർ നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല ചൂടുള്ളത്, അതായത് ഇപ്പം ആയതായിരുന്നു കേട്ടോ. അങ്ങനെ പങ്കൻ്റെയും കൂടി ഞാനെടുത്ത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ ബസ് ഇപ്പം തന്നെ വരും. അപ്പോൾ 7:45 ഇപ്പം. അപ്പം നമ്മൾ മൂക്കത്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഓടി നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഇട്ടേച്ച് എല്ലാവരും പോയി. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ബസ്സിലേക്ക് കയറാം. അപ്പോൾ ബസ് ഏകദേശം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും കയറാത്ത ബസ് എടുക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ലഗേജൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മുടെ ബസ്സിലേക്ക് ചാടി നമ്മൾ കയറുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കയറി നമ്മുടെ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി പോകാം. അപ്പോൾ എന്തായാലും നമ്മൾക്കും ഈ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് സീറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 സീറ്റുകളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും പെങ്ങളും അടുത്തടുത്ത് നമ്മുടെ മമ്മ എൻ്റെ തൊട്ടിപ്പുറത്തുമായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാറും. അപ്പോൾ എല്ലാവരും കുട്ടികളുണ്ടോയെന്നൊക്കെ ചെക്കിങ്ങിന് ശേഷം നമ്മുടെ ബസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഇനി നമ്മുടെ വയനാട്ടിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇനി ഉറക്കമൊന്നും കിട്ടുമോ നമുക്കൊരു ഐഡിയ ഇല്ല ഗായ്സ്. ഗായ്സ് അങ്ങനെ നമ്മളിത് 6:30 കൂടി മോർണിംഗ് 6:30 കൂടി നമ്മൾ വയനാട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സത്യം പറഞ്ഞ നല്ല ഉറക്കമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റൊക്കെ ഇരിക്കുന്ന ഒരു ടൈമിലാണ്. എല്ലാവരുടെ മുഖത്ത് നല്ല ഉറക്കക്ഷീണമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് നേരെ വയനാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഗിറ്റാറും കീബോർഡൊക്കെ നമ്മുടെ ഫ്രണ്ടിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉരുണ്ട് മറിഞ്ഞ് വീഴാതെ കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു. അപ്പം ഞാനതും ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ഗായ്സ് ഉറങ്ങിയത്. അപ്പോൾ ബസ് വളയും തിരിയുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ മറിഞ്ഞ് വീഴുന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. അങ്ങനെ അതൊക്കെ സേഫാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ബസ് ഇപ്പം നേരെ ഇതാ ഗായ്സ് നമ്മുടെ സുൽത്താൻ ബത്തേരി ഗ്യാരേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബസ് ഇതേ കുലുങ്ങുന്നു പറയുന്ന ചാടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാരേജിൽ ബസ് നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഇറങ്ങാം കേട്ടോ ഗായ്സ്.
അങ്ങനെ 7:30 ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ സുൽത്താൻ ബത്തേരി ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബസ്സിൽ നിന്ന് ഇറങ്ങാവേ. അപ്പോൾ നമ്മുടെ അടുത്ത് ആക്ച്വലി വാട്ടർ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ പങ്കൻ്റെ അടുത്തുള്ള വാട്ടർ ബോട്ടിൽ കാണുന്നില്ല. അപ്പോൾ പൈങ്കിളി എടുക്കാൻ മറന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓടിപ്പോയി ആ വാട്ടർ ബോട്ടിൽ കൂടി എടുത്തിട്ട് വരാൻ ഓർക്കുകയാണ്. സാഷ്ടാംഗിച്ചാണ് വരുന്നത്. ഗായ്സ് അങ്ങനെ ബസ്സിൽ നിന്ന് ഒരു ചെറിയൊരു സാഷ്ടാംഗത്തിന് ശേഷം നമ്മളിനി സൈഡ് മാറി നിന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മുഖവും വായൊക്കെ ജസ്റ്റ് കഴുകാൻ നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ വയനാട്ടിലേക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഞ്ഞും അതുപോലെ തന്നെ ഭയങ്കര തണുപ്പുമായിരുന്നു, രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. അപ്പോൾ ഈ തണുപ്പ് ക്ലൈമറ്റാണ് ഗായ്സ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തല നല്ല കറങ്ങുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും വീഴാത്ത ഭാഗത്ത് ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മളിത് സൈഡായി നിന്നിട്ട് നമുക്ക് തലയൊക്കെ ഒന്ന് നേരെ നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് പോകാൻ ഓർക്കണം. ആ ടൈമിലാണ് പൈങ്കിളി ഇത് അവിടെ നിന്നൊരു പേരക്ക കണ്ടത്. അപ്പോൾ കൊച്ചി എവിടെ പേരക്ക ഉണ്ടെങ്കിലും കണ്ടുപിടിക്കും കേട്ടോ. അങ്ങനെ ഏത് കാട്ടിൽ കയറിയാലും പേരക്ക പറിച്ചോളും. അങ്ങനെ പൈങ്കിളി ഇത് ഓടിച്ചാടിപ്പോയിട്ട് ആ പേരയിൽ നിന്ന് ഒരു പേരക്കൊക്കെ പറിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫ്രഷപ്പൊക്കെ ചെയ്താൽ ആയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണല്ലേ ഗായ്സ്. അപ്പം പൈങ്കിളി ഇത് പേരക്കയും കടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് നക്കാൻ തരുമോ ചോദിക്കുകയാണ്. കാരണം പേരക്കയ്ക്ക് മധുരം ഉണ്ടെന്ന് കൊച്ചി പറഞ്ഞ ടൈമിൽ നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും മധുരം ഇല്ലാന്നാണ് ഓർത്തത്. അങ്ങനെ പേരക്കൊക്കെ സൂപ്പർ മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പങ്കൻ്റെ സാറൊക്കെ വന്നിട്ട് നമ്മളോട് പോവാണെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ടാറ്റ ബായ് ബായ് ഒക്കെ പറഞ്ഞിട്ട് ഇതേ അവരും നമ്മളോട് വിട വാങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഇതേ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മളിതേ ഗ്യാരേജിൽ നിന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ നടന്ന് നീങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോർണിംഗ് വൈബിലാണ് ഗായ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരെയും പിന്നെ കുട്ടികളെയും ടീച്ചർമാരൊന്നും പിന്നെ നമ്മൾ കണ്ടിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതേ വൈബൊക്കെ അടിച്ച് നടക്കുകയാണ്. പക്ഷേ എനിക്ക് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാലിന്റെ വിരലുകൾ മുഴുവനും മടക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തമാശയാണ്, പക്ഷെ എന്ത് പേര് ഞാൻ അറിയൂടാ. ബസ്സിൽ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അതുപോലെ തന്നെ കൊച്ചിൻ്റെ കാല് കണ്ടില്ലേ. അപ്പം താറാവ് പോകുന്ന പോലെയാണ് ഗായ്സ് എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഗ്യാരേജിൽ നിന്ന് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയ്ക്ക് നേരെ നമ്മുടെ സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ ബസ്സിന് കയറി നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ആ ടൈമിലാണ് നമ്മൾ പുതിയൊരു ബസ് നമ്മുടെ റൂട്ടിലേക്ക് ഓടുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നാണ് നമ്മുടെ ഈ ബസ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ബസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മാർക്കറ്റിലേക്ക് നടക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ വന്ന ടൈമിൽ ഒരു കുഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൽ ബെൽറ്റുള്ള ആളാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ കാലിൽ തൊടേൻ്റെ സൈഡിലായിട്ട് മുറിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ കണ്ടപാടത് ഓടൊന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പ വാങ്ങാൻ നിൽക്കുന്ന ടൈമിലാണ് അടുത്ത് കണ്ടില്ലേ നമ്മുടെ മറ്റേ ഇത് എന്ത് ആടിറച്ചി കേട്ടോ. ആടിനെ തൂക്കിയിട്ടേക്കാണ്. അപ്പോൾ അവിടെ ആട് ഇളിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ തലയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. പക്ഷേ എങ്കിലും ആട്ട സൂപ്പൊക്കെ സൂപ്പർ അല്ലേ ഗായ്സ്. അങ്ങനെ നമ്മളിത് കപ്പ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അങ്ങനെ കപ്പ വാങ്ങി കഴിഞ്ഞിട്ട് നമ്മളിനി ഫിഷ് വാങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ കപ്പയും മീനും എന്നൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് കപ്പയും മീനും തന്നെ ആക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും തന്നെ കപ്പയും മീനും സ്പെഷ്യലാണ്. അങ്ങനെ നമ്മളിത് കപ്പയും മീനും വാങ്ങാൻ വേണ്ടിയിട്ട് കപ്പയും മീനും കപ്പ വാങ്ങി മീൻ വാങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് കപ്പയും മീനിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല മത്തിയാണ് ചേരുക കപ്പേൻ്റെ ഒപ്പം. അതുകൊണ്ടാണ് നമ്മൾ നല്ല മത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി വന്ന സമയത്ത് ഇതിപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ മീൻ അവരവിടെ നിന്ന് ഒരുപാട് പല തരത്തിലുള്ള മീനുകൾ ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള മീനുകൾ നമുക്ക് മോർണിംഗ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിലക്കുറവിൽ നമുക്ക് വാങ്ങാൻ കഴിയും കേട്ടോ. അപ്പോൾ നൈറ്റ് ടൈം ആകുമ്പോഴും വില കുറയും. അപ്പോഴേക്കും അവിടെ ചേട്ടന്മാരൊക്കെ ഇത് വലിയ ഫിഷിനെയൊക്കെ എടുത്ത് നമുക്ക് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർ വീഡിയോ എടുക്കുന്ന ടൈമിൽ നല്ലോണം സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമുക്ക് ഒരുപാട് ഫിഷുകളെ പരിചയപ്പെടുത്തി തരുകയും കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാളയും നത്തോലിയും അയലയും കിളിമീനും അങ്ങനെ വക എല്ലാ മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തിയാണ്. അപ്പോൾ ഈ ചേട്ടനൊക്കെ നമ്മുടെ ക്യാമറയ്ക്കൊക്കെ യോയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്തായാലും കൂളായിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മുടെ മത്തി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിൻ്റെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ മീൻ കപ്പയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ
ഡയറക്റ്റ് നമ്മുടെ ബസ്സിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ ഈ പട്ടിക്കുഞ്ഞിനോടൊക്കെ പങ്കെടുത്ത ടാറ്റ പറഞ്ഞിട്ട് അവന് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. എന്തായാലും ഈ സാഹചര്യത്തിൽ നമുക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും അവൻ അവിടെ നിന്ന് ഫുഡൊക്കെ നല്ലോണം കിട്ടും മാർക്കറ്റിലായതുകൊണ്ട് തന്നെ. അപ്പം നമ്മുടെ മാഗിക്കും കുട്ടിക്കും വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് വാങ്ങി നമ്മളിങ്ങനെ KSRTC ബസ്സിൽ കയറി ഫ്രണ്ട് സീറ്റിൽ തന്നെ നമ്മൾ ഇരിക്കാൻ വേണ്ടി പോവാണ്. എന്നെക്കാളും വലിയ നമ്മുടെ ബാഗും പൊക്കി പിടിച്ച് ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ വന്നിരിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട സീറ്റിൽ നമ്മൾ ഇതാ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈമിന് ശേഷം നമ്മുടെ ബസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും കൂൾ വൈബായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ തണുപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ട്രിവാൻഡ്രം പോയ ടൈമിൽ 24 മണിക്കൂർ ഞാൻ ചൂടെന്ന് പറഞ്ഞു. ഇപ്പം വയനാട് വന്ന ടൈമിൽ 24 മണിക്കൂർ കൂൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിത് ബസ്സിൽ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ സ്ഥലം ഏകദേശം ഇപ്പം എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നടക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും ഒരു ഓട്ടോയ്ക്കാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്കറി കയറിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഓർക്കുകയാണല്ലേ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ എന്തെങ്കിലും നമുക്ക് രാവിലെ കഴിക്കാൻ എന്തെങ്കിലും കടി വാങ്ങാമെന്ന് ഓർക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു കടി തരികയെന്നല്ല പറഞ്ഞത്, കടി വാങ്ങാമെന്ന് ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ കടിയും കുടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മളിത് ഓട്ടോയിൽ കയറി വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാടെന്ന് കണ്ടപ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷമായത്. അപ്പം 4 ദിവസത്തെ 5 ദിവസത്തെ എത്ര ദിവസത്തെ മിസ്സിങ് ആണെന്ന് എനിക്കറിയില്ല. എത്രയും ദിവസത്തെ മിസ്സിങ് ആകട്ടെ. എന്തായാലും നമ്മളങ്ങനെ മിസ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഓട്ടോയിൽ കയറിയതേ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിനോട് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തി ഗായ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. നേരെ ശ്വാസം വിടുന്നു. അതന്നെ. അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ ആരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടത്. അയ്യോ എല്ലാരും ഓരോ ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കാം. അപ്പൊ അമ്മച്ചയൊക്കെ ഗായ്സ് എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. അവറ്റൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്നു. അപ്പൊ നമ്മള് അപ്പൊ എല്ലാരും നമ്മളെ കാത്തു വന്നിട്ടുണ്ട് കേട്ടോ. പാവം കുട്ടിമണി നോക്കടാ. അമ്മേ അവന്റെ അടുത്ത് പോയില്ല. കുട്ടിമണിക്ക് സന്തോഷമായിട്ട് വെള്ളമൊക്കെ മറിച്ചു വിട്ടു. എന്റെ ദൈവമേ, നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏറ്റവും വിഷമാവും നമ്മുടെ കുട്ടി മണിക്കാണ് കേട്ടോ. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ ഫുഡ് പോലും കഴിക്കില്ല ഇവൻ. ഞങ്ങൾ വന്നു കേട്ടോ തിരിച്ച്. നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ മാറണം. ഇനി ശരിക്കും വേണ്ട ഒരു പരിപാടി എന്നിട്ട് നമുക്ക് നന്നായിട്ട് തുടങ്ങണം. അപ്പൊ നമുക്ക് 5 ദിവസത്തെ പരിപാടി അല്ലായിരുന്നോ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അതാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ വ്ളോഗ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന. അപ്പം നമുക്ക് അടിപൊളി സൂപ്പർ വീഡിയോകളെ എല്ലാവർക്കും ബൈ ബൈ.